സ്പീഡിൽ വണ്ടി ഓടിക്കടാ, വേഗം വിടറാ, വേഗം. ഹലോ, എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണേ? അത് ചേട്ടന്റെ പെണ്ണ് വീട്ടിൽ നിന്ന് ഓടിപ്പോയി, തേടി പോയി. എന്താടാ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയിച്ച് അവസാനം ടിവിയിൽ വരുത്തിച്ചേ നീ അടങ്ങുള്ളൂ അല്ല? കട്ടിയടാ ഫോൺ. അവരോടുള്ള ദേഷ്യം എന്തിനാ ചേട്ടാ എന്നോട് കാണിക്കുന്നത്? അത് പച്ചക്കറി ഉള്ളിടത്തല്ലേ കല്ല് വീഴുള്ളൂ. നീ പച്ചക്കറി ഉണ്ടാവുന്ന മരമാണോ? കറുത്ത് കരിവാളിച്ച നിന്റെ ഒരു മുഖവും. നിന്റെ മരത്തിൽ എത്ര കായടാ? പറയടാ, ഒരു 3 എണ്ണെങ്കിലും പറയടാ. പേരക്ക, വാഴക്ക, മിണ്ടാതിരിക്കടാ സാലേ. എന്താ ചേട്ടാ ഇതൊക്കെ? എന്നെ ഒഴിവാക്കി അവരെ നോക്കടാ, നോക്കുക. പോണ വേടാ പരനാറി, നേരല്ലാത്ത വേഗം വിടറാ. 10 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വിടറാ. ഹലോ ഹലോ, രാമസ്വാമി സ്പീക്കിംഗ്. രാമസ്വാമി, കുമാരസ്വാമി, വീരസ്വാമി, കുപ്പുസ്വാമി, ഏതെങ്കിലും ഒരു സ്വാമി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ സ്വാമി. കോടി രൂപ തന്നാലും വരൂല, ഫുൾ ബിസി. ബാറിലാണ് ഇരിക്കുന്നത് ചേട്ടാ. എങ്ങനെ മനസ്സിലായിട്ട് ചേട്ടാ? എന്റെയും സെയിം ബ്രാൻഡാ ചേട്ടാ. സെല്ലിലൂടെ സ്മെല്ലടിച്ചു, അതാ ചേട്ടാ ഞാൻ പറഞ്ഞത്. നീ രാമസ്വാമി അല്ലടാ, എത്ര വിളിച്ചാലും വരാത്ത റമ്മു സ്വാമിയാ. നീ അവിടെ തന്നെ ഇരി, മനസ്സിലായടാ? ഹലോ, രാമശാസ്ത്രി അയ്യരാ? അതെ, എന്റെ ഫ്രണ്ടിന്റെ കല്യാണം. എപ്പോ? ഇപ്പൊ തന്നെ. ഇപ്പോഴോ? കുഴപ്പമില്ല, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാ മതി. 5 മിനിറ്റ് കൊണ്ട് വരാൻ ഇതെന്താ ആദ്യരാത്രിയാണോ? വേഗം പോടാ. ഇനി ഒറ്റ നമ്പർ കൂടി ഉള്ളല്ലോടാ. വിളിച്ചു നോക്കടാ, ഏത് ബ്രാൻഡ് ഏത് വാറി കിട്ടുന്ന ആർക്കറിയാം. നീ വിളിച്ചു നോക്ക്. ആരാ ഇത്? ഗണപതി സ്വാമിയാണ് സംസാരിക്കുന്നത്. സ്വാമി, അർജന്റായിട്ടൊരു കല്യാണം നടത്താൻ വേണ്ടി താലി തൊട്ട് അർച്ചന വരെയുള്ള എല്ലാ ചടങ്ങുകളും ഞാൻ തന്നെ ചെയ്യും. പക്ഷെ ഫീസ് മാത്രം ഡബിൾ ആയിരിക്കും. ട്രിപ്പിൾ ആണെങ്കിലും കുഴപ്പമില്ല. അതിനെന്താ? എങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തും. എന്റെ പിക്കപ്പും ഡ്രോപ്പും ഒക്കെ നിങ്ങൾ തന്നെ നോക്കണം. ശരി, ഓക്കെ ആണോ? അടിപൊളി. ചേട്ടാ ദേ ഫോൺ. ഈ നേരത്തെ ആരാണ് വിളിക്കുന്നത്? സാലേ, എനിക്ക് എങ്ങനെ അറിയാം? ഹലോ സാർ, ഞാൻ ICICI ബാങ്കിൽ നിന്നാ സംസാരിക്കുന്നത്. പറയേ. സാറിന് പേഴ്സണൽ ലോൺ എന്തെങ്കിലും? മെറീന ബീച്ചിൽ ഒരു ലൈറ്റ് ഹൗസ് വേണം. പൈസ തരുമോ? വെച്ചിട്ട് പോടാ ഫോൺ. നേരം കാര്യം നോക്കാം. വേഗം പോവാടാ. പൂജാരി വന്നിട്ടുണ്ട്. എന്താന്നറിയില്ല, ഭാഗ്യം കൊണ്ട് വണ്ടി നിന്നു. അതുകൊണ്ട് ബ്രേക്ക് ഇട്ടത് മനസ്സിലായി. ഞാനും സേഫ്, നിങ്ങൾ സേഫ്. ചേട്ടാ ദേ ആ തിരുവനെ വണ്ടി കയറ്റി. ജൽദി ചലോ, ജൽദി ചലോ. ഞാൻ ഗണപതി, സൺ ഓഫ് സീതാവതി, താമസം തിരുനെൽവേലി. ജോലിച്ചാണെങ്കിലും കുഴപ്പമില്ല. എന്തു പറ്റി? അത് നിങ്ങൾ കല്യാണം നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് വലുതായിട്ട് വിഷമിക്കണ്ട. ഇതാ ഈ മാല ഇങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി മാല ഇടൂ. എടോ അയ്യരെ, എന്താ പറയാ? കല്യാണം കഴിപ്പിക്കേണ്ടത് ഇവരെ രണ്ടുപേരും അല്ല, അതേ ഇവരെയാ. ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരന്മാരെ പോലെ അവരെങ്ങനെ കല്യാണം കഴിക്കും? സ്വാമി കല്യാണം ചെയ്തു കൊടുത്താൽ നോ 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 നോ. ഇന്റർകാസ്റ്റ് മാരേജ് ഞങ്ങളുടെ കുടുംബത്തിൽ ആരും തന്നെ നടത്തി കൊടുക്കാറില്ല. തട്ടിക്കൊണ്ട് വന്നിട്ട് കള്ളക്കല്യാണം നടത്തുന്നത്. ഇതൊക്കെ അറേഞ്ച്ഡ് മാരേജ് അല്ലേ സ്വാമി? മനസ്സിലായില്ലല്ലേ? ദൈവം ഒന്ന് അങ്ങോട്ട് നോക്കിയേ. വേണ്ട വേണ്ട. അവരൊക്കെ ആരാ കൈ ഉയർത്തി കാണിക്കുന്നേ? അത് പെണ്ണിന്റെ അച്ഛൻ ഹായ് കാണിക്കുന്ന. എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിക്കല്ലേ നിന്നോട് കൈകൂപ്പിയാൻ പറയാ. വളരെ നല്ല ഫാമിലിയാന്ന് തോന്നുന്നു. കൈവീശി കാണിക്കുന്നു. ഇതില് കാര്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് കാണ്, നിങ്ങൾക്കുള്ള മര്യാദ കയ്യോടെ കിട്ടും. പൂജാരി, നിങ്ങള് വാസലപ്പടി കൊണ്ടുപോയിട്ട് അവര് നിങ്ങൾ ഇരുത്തി പൂജ ചെയ്യും. പൂജ എന്ന് വെച്ചാ അതായത് നന്നായിട്ട് നോക്കുന്നു. കല്യാണം നടത്തല്ലേ കൈകൂപ്പി പറയാ. കല്യാണം എവിടെ വെച്ചാ? അമ്പലത്തിലാണോ ഹാളിലാണോ? ഇവിടെ തന്നെ. വണ്ടിക്കകത്ത് വെച്ചോ? ഒരു വെറൈറ്റിക്ക് വേണ്ടിയാ. ഇത് വളരെ മനോഹരമായിരിക്കും. വണ്ടിയിലെ കല്യാണം, പുറകെ ഫാമിലി, ജാതി മതം ഒന്നും നോക്കാതെ വളരെ മനോഹരമായി. നിങ്ങളുടെ കല്യാണം ഇവിടെ തന്നെ വെച്ച് റൈമിംഗ് ഒക്കെ ടൈമിങ്ങിന് പറയണ വലിയ കാര്യ. പൂജാരി, നിങ്ങളുടെ ഉള്ളിൽ ഒരു കുട്ടി വെടിവേലും കുടിയിരിപ്പുണ്ട്. നന്ദി മാത്രമേ ഉള്ളൂ, മന്ത്രം ചൊല്ലില്ല. എന്താ ടൈമിങ്, എന്താ റൈമിങ്? കല്യാണം കഴിയട്ടെ, കച്ചേരി തന്നെ വെച്ചേക്കാം. കച്ചേരിയുടെ കൂടെ ഡാൻസ് പ്രോഗ്രാം കൂടെ വെക്കണേ. നിങ്ങൾ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. കല്യാണത്തിന് ശേഷം അവര് നിങ്ങളെ കൊണ്ടുപോയി വെച്ചോളൂ. ഡാൻസിന്റെ കാര്യം പറഞ്ഞു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ മാല ഇങ്ങോട്ട് തരൂ. ഇതാ ഈ മാല ഇങ്ങോട്ട് പിടിക്കൂ. ഇത് നിങ്ങൾ പിടിക്കൂ. ചേട്ടാ, തിരുമേനി മാല കൊടുക്കുന്നു. രണ്ടുപേരും മാല അങ്ങോട്ടും കൊണ്ട് രണ്ടുപേരും മാല മാറ്റുന്നു. ഇട്ടോളൂ. ഓം ശുക്ലാം വരദരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം. ചേട്ടാ താലി കെട്ടാൻ പോകുന്ന മിണ്ടല്ലേ? എന്റെ കണ്ണുകൊണ്ട് കാണുമ്പോ നീ എന്താ കമന്ററി പറയുന്നത്? മനസ്സിലായടാ? എല്ലാവർക്കും കുറച്ച് കുറച്ച് കൊടുക്കേ. ചടങ്ങ് നടക്കട്ടെ. അവർക്കും കുറച്ച് കൊടുക്ക്. ചെറുക്ക, ഇതങ്ങ് വാങ്ങിച്ചേ. എന്നിട്ട് താലി പെണ്ണിന്റെ കഴുത്തിലേക്ക് അങ്ങ് കെട്ടിക്കേ. 3 പ്രാവശ്യം കുരവിട്ടോ.
സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ മംഗല്യം തന്തുതാനേന മമ എന്റെ ജീവനെ മോളെ നീ ഹേതുനാ. കല്യാണം കഴിപ്പിച്ചില്ല സാലേ. അങ്ങനെ വലിയൊരു കല്യാണം കഴിഞ്ഞിരിക്കണു. കല്യാണം ഹായ്. കഴിക്കടാ, വണ്ടി നിർത്തടാ. എന്നാ പിന്നെ ബ്രേക്ക് ഔട്ടേക്കാം നിക്കണം. ദാ, എല്ലാരും വാ. എന്താടാ വെറൈറ്റി വെഡിങ് ആന്ന് പറഞ്ഞിട്ട് സിറ്റുവേഷൻ കണ്ടിട്ട് വയലന്റ് ആയതുപോലെ ഉണ്ടല്ലോ. പൂജാരി നിങ്ങളൊന്ന് സൈലന്റ് ആയിരിക്കും. അവരുടെ അടുത്ത് ഒരു കുറ്റമില്ല, നിയമം ചെയ്ത് വെറുതെ വിടണം. ആ ശരി, ഞാൻ വെറുതെ വിടാം. അപ്പൊ നീ ഇവനെ ഉപേക്ഷിച്ച് എന്റെ കൂടെ വരുവോ? ഒരു പ്രാവശ്യം ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ട ആളിന്റെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാ ജീവൻ പോയാലും ഒരിക്കലും ആ കൈ വിടില്ല അച്ഛാ. അരെ ചുപ്. ഗാൻ ദാൻ കാ ഈജിത് മിട്ടേ മേ മിലാ കാ ബാത് കരേ. ഇനി എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല. ചുപ്. നിങ്ങളുടെ മോളെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും, പക്ഷേ ഇവളെന്റെ അനിയത്തിയാണെന്നുള്ള കാര്യം മറക്കരുത്. ഈ കരിമ്പായുടെ മാനത്ത് ഈ നടു റോട്ടിൽ കൊടുത്ത് വില പറഞ്ഞാ നിന്നെ വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. വേണ്ട, ഈ കരിമ്പായുടെ അടുത്ത് നീ വെറുതെ കളിക്കാൻ വരണ്ട. എനിക്കും അതേ ഫീലിങ്സ് തന്നെയാ. ഒന്ന് അങ്ങോട്ട് നോക്കി. എന്താടാ ജീപ്പിനുള്ളിൽ ഗണ്ണ് കത്തിയൊക്കെ വെച്ച് സിറ്റിക്കുള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? റൗഡിയാണോ നീ? നിന്റെ എല്ലൂരെടുക്കും ഞാൻ. ഡി ജി പി രാംചന്ദ്ര ഹിയർ. അനാവശ്യമായി ബിൽഡപ്പ് ചെയ്ത് നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ നോക്കുക. ഇത് പോലീസൊന്നല്ല. എന്റെ അടുത്താണോടാ നിന്റെ നാടകം സാലേ. എന്ത് ധൈര്യടോ നിനക്ക്? എന്റെ കൊള്ള പിടിക്കണോ? ഇവരെ തൂക്കി അകത്ത് കേട്ടോ. എടാ, ഇത് ശരിക്കുള്ള പോലീസാടാ. ഓടിക്കോ, നിക്കണ്ട, വാ. സാലേ തുജോ नहीं छोड़ेगा, याद रखूंगा, समझा? സ്വാമി, അങ്ങനെ കാര്യം കഴിയും. കുഴപ്പമില്ല. പണത്തിന് വേണ്ടി മാത്രം ഞാൻ ഒരുപാട് കല്യാണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കല്യാണത്തെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാ കാണുന്നത്. പൈസ ഒന്നും വേണ്ട. അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല, വെച്ചോളൂ. ശരി, ആ കുഴപ്പമില്ല, വെച്ചോ. പോയിട്ട് വരാം. ശരി ശരി. Bye. ആ പോയിക്കോ. പെട്ടെന്ന് അടുത്ത കല്യാണത്തിന് വരേണ്ടി വരും. ആ മനസ്സിലായി. ഹലോ, ഹണിമൂൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. യാ, ജസ്റ്റ് മാരീഡ് കപ്പിൾസിന് ഒരു ഹണിമൂൺ പാക്കേജ് എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തേ. ഡിസ്കൗണ്ട് തന്നാ ഇനിയൊരു ജോഡി എത്രയും പെട്ടെന്ന് അയക്കണായിരിക്കും. ഡേയ്, എന്താടാ ഹാപ്പി ആയിട്ടിരിക്കേ. കമോൺ. ഏയ്, ഇപ്പൊ നീ ചിരിച്ചില്ലെങ്കിൽ ഞാൻ അവന് 90 വെച്ചു കൊടുക്കും കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് ജെ. താങ്ക് യു മഹാലക്ഷ്മി. നിങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടക്കില്ലായിരുന്നു. താങ്ക് യു ചേട്ടാ. ഓക്കെ. ഹാപ്പി മാരീഡ് Thank you, ലൈഫ്. ജെ. ബൈ 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 ബൈ. ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്. ഹാപ്പി ദാ, എന്താ കാര്യം? ഇത് തന്നെയാടാ ശരിയായ സമയം. നീ ചെന്നിട്ട് അവളോട് ലവ് ആണെന്ന് പറ. നീ പറഞ്ഞു തരുമ്പോഴേക്കും ഇവൻ പോയി പറഞ്ഞോളൂ. താങ്ക് യു ചേ. നീ ഇല്ലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. നിന്റെ ജീവൻ പണയം വെച്ചിട്ട് നീ ഇത് നടത്തി. മഹാലക്ഷ്മിയുടെ പേര് രക്ഷിച്ചു. നിനക്ക് എന്ത് വേണമെങ്കിലും പറയ്, ഞാൻ തരാം. എന്ത് ചോദിച്ചാലും തരൂ. മഹാലക്ഷ്മി പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും ചോദിച്ചു. നിന്റെ പേടി എനിക്ക് തന്നേക്ക്. എല്ലാവർക്കും സഹായം ചെയ്യുന്ന മഹാലക്ഷ്മി ഒരിക്കലും മറ്റൊരാളുടെ സഹായത്തിനായി തേടാൻ പാടില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളായിരിക്കണം മഹാലക്ഷ്മി. ഏത് സിറ്റുവേഷൻ ആയാലും ഒരിക്കലും പേടിക്കാതിരിക്കണം. സത്യം ചെയ്തത്. മഹാലക്ഷ്മി, ചേട്ടൻ ഇവിടെ നിന്നാ മതി. എന്താടാ, അവള് നിനക്കെന്താ ഭയം തന്നോ? നീ അവളുടെ ഭയം തീർത്തു കൊടുത്തോ? ഞങ്ങൾ എന്താ പറഞ്ഞത്? നീ എന്താ ചെയ്തത്? പറയുന്നത് ഞങ്ങളെല്ലാരും പറഞ്ഞിട്ട് പറയാണ്ട് ഞങ്ങളുടെ അടുത്ത് ഒന്ന് പറയുന്നോ? ഡേയ്, ഇപ്പോഴൊരു പ്രശ്നമില്ല. നീ ഒരു തവണ ഫോൺ ചെയ്യേ. ദാ,
ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിലേഷൻ അല്ലടാ. മൊബൈലിൽ വിളിച്ചു വെച്ച് കൺഫേം ചെയ്യാനായിട്ട്. ലെറ്ററിലും പറയില്ല, ഫോണിലും പറയില്ല, നേരിട്ടും കണ്ട പറയില്ല, പിന്നെ എങ്ങനെ പറയൂടാ? എന്റെ സ്നേഹത്തിന് അവളുടെ സ്നേഹത്തിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ശരിക്കും മഹാലക്ഷ്മിയുടെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ എന്റെ സ്നേഹം അവൾക്ക് എന്തായാലും മനസ്സിലാവൂടാ. ഹേയ്, അതൊന്നും വർക്കൗട്ട് ആവില്ലടാ. ഞാൻ പറയുന്നത് കേക്ക്, നീ പോയിട്ട് പറ. ദേ ഇങ്ങോട്ട് നോക്ക്. ഇതിനെക്കുറിച്ച് ഫ്യൂച്ചറിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അതേടാ. ഡേ, നീ ഇപ്പൊ അവളോട് പോയി പറഞ്ഞില്ലെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളുണ്ടാവും, പക്ഷെ അവളുണ്ടാവില്ല.